9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ നോക്കാം. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. പ്രൊഫസർ എം കെ സാനു എഴുതിയ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നുള്ള ജീവചരിത്ര കൃതിയിലൊരു ഭാഗമാണിത്. പാത്തുമ്മയുടെ ആട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. ബഷീർ ഊര് ചുറ്റലിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തുന്നു, സ്വസ്ഥത ആഗ്രഹിച്ച് വീട്ടിൽ തിരിച്ചെത്തുന്നു. അവിടുത്തെ ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെയാണ് ഈ കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു കോട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബഷീറിൻ്റെ നോവലല്ല, ഈ നോവലിനെ കുറിച്ചുള്ള ഒരു ഭാഗം, അതായത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കൃതിയിലൊരു ഭാഗം എം കെ സാനു സാർ എഴുതിയിരിക്കുന്നതാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നോട്ടുകൾ കിട്ടുന്നതിനനുസരിച്ച് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ വീഡിയോയുടെ താഴെ ഗ്രൂപ്പിൻ്റെ കമൻറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം നോക്കാം. മനുഷ്യരെ മാത്രമല്ല, പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളെയും സഹജീവികളായി കാണാൻ കഴിയണം. അവർക്കിടയിൽ അവരിലൊരാളായി ജീവിക്കാൻ കഴിയണം പ്രശാന്തമായ മനസ്സോടെ. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. തുടക്കം. പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല. അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വര അനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം. ഇത് ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ്. വീട്ടിലെ താമസക്കാർ ആരൊക്കെയാണെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. വെറുതെ പറയുന്നു എന്ന് മാത്രം വിവരണമില്ല. ഒരു ഖണ്ഡിക അവരുടെ ലിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് വായിക്കാൻ ബഷീറിനെ നേരിട്ടറിയാവുന്നവർക്ക് താല്പര്യം തോന്നിയേക്കാം. കഥാകൃത്തായ ബഷീറിൻ്റെ വീടും സാഹചര്യവും എന്താണെന്നറിയാൻ കൗതുകമുള്ളവർക്കും താല്പര്യം തോന്നാവുന്നതാണ്. ഈ രണ്ട് വിഭാഗങ്ങളിൽ പെടുന്നവർ ചുരുക്കമാണ്. പക്ഷേ പാത്തുമ്മയുടെ ആട് വായിച്ചു രസിക്കുന്നവർ നിരവധിയാണ്. വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിൻ്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശനത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു. സാനുമാഷ് പറയുകയാണ്, പാത്തുമ്മയുടെ ആടെന്ന് പറയുന്ന ചുമ്മാ ഒരു കഥയല്ല, അതിലെ കഥാപാത്രങ്ങളെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കഥയാണ്, അതൊരു സത്യമായ കഥയാണ്. പിന്നെ എന്താണ് പറയുന്നത്, വീട്ടിൽ താമസക്കാർ ആരൊക്കെയാണെന്ന് ഈ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. അതൊരു വിവരണമില്ല, ഒരു ഖണ്ഡിക അവരുടെ ലിസ്റ്റ് കൊണ്ട് അത് നിറഞ്ഞിരിക്കുകയാണ്. അത് വായിക്കാൻ ബഷീർ നേരിട്ട് അറിയാവുന്നവർക്ക് താല്പര്യം തോന്നിയേക്കാം, അല്ലാത്തവർക്ക് താല്പര്യം തോന്നിയെന്ന് വരില്ല. പിന്നെ ബഷീറിൻ്റെ വീടും സാഹചര്യവുമൊക്കെ എന്താണെന്ന് അറിയാൻ കൗതുകമുള്ളവർക്കും താല്പര്യം തോന്നാം. ഈ രണ്ട് വിഭാഗങ്ങളിൽ പെടുന്നവർ ചുരുക്കമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും ഈ പാത്തുമ്മയുടെ വീട് വായിച്ചു രസിക്കുന്നവർ നിരവധിയാണ്. വിരസമായി തീരാവുന്ന, അതായത് നമുക്ക് ബോറടിക്കാവുന്ന വസ്തുതകൾ പോലും ബഷീറിൻ്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശനത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു. പ്രാരംഭത്തിൽ വീട് വിവരിക്കുന്നത് ഒരു വാക്യം കൊണ്ടാണ്. ഓലമേഞ്ഞ ഒരു ചെറിയ 2 മുറികളും ഒരു അടുക്കളയും 2 വരാന്തകളുമുള്ള ഒരു കെട്ടിടമാണ് എൻ്റെ വീട്. ഇതിലധികം ആവശ്യമില്ല. ആ വീട് നമുക്ക് നേരെ കാണാം. അതായത് തുടക്കത്തിൽ പ്രാരംഭത്തിൽ വിവരിക്കുന്ന ഒരു വാക്യം കൊണ്ടാണ്. ഓലമേഞ്ഞ ഒരു ചെറിയ 2 മുറി ഒരടുക്കളയും 2 വരാന്തകളുമുള്ള ഒരു വീടാണ് എൻ്റെ വീടെന്ന് ബഷീർ കൃതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഭാവനയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഊരു ചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ എന്ത് ശാന്തതയാണ് കിട്ടുക? 2 സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും, ഒരു സഹോദരിയും, ഭർത്താവും, മക്കളും, ഏറ്റവും ഇളയ സഹോദരനും, ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത്. മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായുണ്ട്. എവിടെന്നോ വന്നു കുടിയേറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചുംപുറത്ത് സദാ ഓടി നടക്കുന്ന 1,900 എലികൾ, പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ, ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ 100 കോഴികൾ, അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ. ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും. അപ്പോൾ ഒരു ഊരു ചുറ്റലിന് ശേഷം ബഷീർ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി തിരിച്ച് ഒരു പ്രശാന്തി തേടിയാണ്, ഒരു സമാധാനം തേടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ എന്ത് ശാന്തത കിട്ടാനാണെന്നാണ് നമ്മുടെ സാനുമാഷ് ചോദിക്കുന്നത്. സാനുമാഷ് ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. എന്തുകൊണ്ടാണ് 2 സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും, പിന്നെ ഒരു സഹോദരിയും, ഭർത്താവും, മക്കളും, ഏറ്റവും ഇളയ സഹോദരനും, ഇത്ര അംഗങ്ങൾ അവിടെ ഉണ്ട്. ആ കൊച്ചു വീട്ടിൽ ഇത്ര അംഗങ്ങളുണ്ട്. പിന്നെ മനുഷ്യകുലത്തിൽ പെടാത്ത ജീവികൾ, അതായത് പൂച്ച, ആട്, കോഴി, അങ്ങനെ ഒരുപാട് ജീവികളും അവിടെ ഉണ്ട്. പിന്നെ അവയൊക്കെ ഈ കോഴിക്കുഞ്ഞിനൊക്കെ റാഞ്ചിക്കൊണ്ട് പോയി തിന്ന് ജീവിക്കുന്ന പരുന്തൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും അവിടെ ഒരു ബഹളമാണ്, ഒരു ചന്ത കൂടിയ ബഹളമാണ്. ചന്ത കൂടിയ ബഹളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തയിൽ ചെന്ന് തന്നെ വല്ലാത്തൊരു ബഹളമാണ്. ആ ബഹളം പോലെ തന്നെയാണ് ബഷീറിൻ്റെ വീട്ടിലും എന്നാണ് പറയുന്നത്. ഈ ബഹളത്തിൻ്റെ മധ്യത്തിൽ അതാ വരുന്നു ചുറുചുറുക്കുള്ള ഒരു ആട്, തവിട്ട് നിറമുള്ള ഒരു പെണ്ണാട്. ആരെയും കൂസാതെ വീട്ടിനുള്ളിൽ കടന്ന് അത് സർവ്വവിധമായ സ്വാതന്ത്ര്യവും കാണിക്കുന്നു. ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല, ആർക്കും അതിന് അവകാശമില്ല. കാരണം അത് പാത്തുമ്മയുടെ ആടാണ്.
ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആട്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, പെണ്ണുങ്ങളുടെ വഴക്ക്, വർത്തമാനം ഇവ എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത്, പ്രശാന്തത തേടി. അപ്പോൾ ഈ ബഹളത്തിൻ്റെ മധ്യത്തിലൊരു ആട് വരികയാണ്. അതായത് ബഷീറിൻ്റെ പെങ്ങൾ പാത്തുമ്മയുടെ ആടാണ്. ആ ആടിന് ആരെയും പേടിയൊന്നുമില്ല. അത് കൂസാതെ വീട്ടിനകത്തേക്ക് വരുന്നു. എല്ലാ സ്വാതന്ത്ര്യവും അത് കാണിക്കുന്നു. ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല. ആർക്കും അതിനുള്ള ഒരു അവകാശമില്ല. അത് ബഷീറിൻ്റെ സഹോദരിയുടെ ആടാണ്. പിന്നെ എപ്പോഴും അവിടെ എന്താണ്? കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, പെണ്ണുങ്ങളുടെ വഴക്ക്, വർത്തമാനം. എപ്പോഴും ഈ വീടിൻ്റെ അന്തരീക്ഷത്തിൽ എപ്പോഴും ഇതുപോലെ ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിലേക്കാണ് ബഷീർ പ്രശാന്തത തേടി വന്നിരിക്കുന്നത്. അത് അല്പം ഹാസ്യാത്മകമായിട്ടാണ് സാനുമാഷി പറയുന്നത്. ഇനിയും പലതുമുണ്ട് അനുഭവങ്ങൾ. സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിക്കുന്നു. വല്യക്കാക്ക ഒരാൾക്ക് കമ്മൽ പണിയിച്ചു കൊടുക്കണം, മറ്റൊരാൾക്ക് വല്യക്കാക്ക പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഉമ്മാക്കും ഇടയ്ക്കിടെ പറയാനുള്ളത് രൂപ വേണമെന്നാണ്. നീ എനിക്ക് കുറച്ച് രൂപ താ. അബൂബക്കർ ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ. വല്യക്കാക്ക നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം, പെരയുടെ കൂട് മാറ്റി ഓടിടിക്കണം. അപ്പം പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? സഹോദരന്മാർ രഹസ്യമായിട്ട് വന്ന് എനിക്ക് ഒരാൾ പറയുന്നു കമ്മൽ തരണം, ഒരു പണിയിച്ചു കൊടുക്കണം, മറ്റൊരാൾ പറയുന്നു പാത്രം വാങ്ങിച്ചു കൊടുക്കണം. ഉമ്മയാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും പൈസ തരൂ എന്ന് പറയുന്നു. നീ എനിക്ക് കുറച്ച് രൂപ താ എന്ന് പറയുന്നു. പിന്നെ ഇളയ സഹോദരൻ അബൂബക്കർ വന്നിട്ട് വലിയക്കാക്ക നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം, പിന്നെ പെരയുടെ കൂടൊക്കെ മാറ്റി ഒരു ഓട് മേയണം എന്നൊക്കെയാണ് ഈ അനിയൻ പറയുന്നത്. ആവശ്യങ്ങൾ ഇങ്ങനെ അനേകമുണ്ട്. ഉമ്മ, സഹോദരന്മാർ, സഹോദരികൾ, അവരുടെ മക്കൾ ഇവരെല്ലാവരും ഇടയ്ക്കിടെ ബഷീറിനെ സമീപിക്കുകയും ഓരോ തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അവ സാധിക്കാൻ പ്രയാസമില്ല. പക്ഷേ പണം വേണം, ധാരാളം പണം വേണം. അതെവിടെ നിന്ന് കിട്ടും? വലിയ ധനികനായി ബഷീർ വന്നിരിക്കുന്നതെന്നാണ് അവരുടെ വിചാരം. ഇവരുടെ വിചാരം എന്താ? ഇവരിങ്ങനെ ഓരോ ആവശ്യങ്ങളുമായിട്ട് ബഷീറിനെ സമീപിക്കുന്നതിനാണ്. ബഷീർ ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം, നാളുകൾക്ക് ശേഷം തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നതാണ്. നാടൊക്കെ ചുറ്റി കറങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ധാരണ എന്താണ്? ബഷീർ വലിയ പണക്കാരനായിട്ടാണ്, വലിയ ധനികനായിട്ടാണ് തിരിച്ച് വന്നിരിക്കുന്നത് എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഇവരതുകൊണ്ടാണ് എപ്പോഴും ഓരോ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ ഉന്നയിക്കുന്നത്. ഇത്തരം രംഗങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരൻ്റെ രൂപം ഉയർന്നു തെളിഞ്ഞ് പരിലസിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും നാടിൻ്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചാമ്പയുടെ ചന്തത്തിലും മറ്റും വിനോദിച്ചുകൊണ്ട് ബഷീർ നേരിയൊരു മന്ദഹാസത്തോടു കൂടി ഒരു യോഗിയെപ്പോലെ വിലസുന്നത് നാം കാണുന്നു. ജീവജാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന സ്രഷ്ടാവിനെ ബഷീർ ഇവിടെ അനുസ്മരിപ്പിക്കുന്നു. ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു. എം ഗോവിന്ദൻ, സ്വന്തം ഭാര്യ ഡോക്ടർ പത്മാവതി, മകൾ ബാല, കെ.എ. കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പോലും ഈ ലോകത്തിൽ കത്തിലൂടെ സ്ഥാനം പിടിക്കുന്നു. മുഖ്യ കഥാപാത്രമായ ആട് സർവത്തെയും അതിലംഘിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരു പ്രതീകമായി വളർന്നു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. അതായത് ഈ ഇതുപോലെയുള്ള ബഹളത്തിനിടയിലാണ് ബഷീർ എന്നുള്ള എഴുത്തുകാരൻ്റെ രൂപം തെളിഞ്ഞ് പരിലസിക്കുന്നത്. അത് കുഞ്ഞുങ്ങളുടെ വഴക്കും മുതിർന്നവരുടെ അഭ്യർത്ഥനകളും എല്ലാം നാടിൻ്റെ വികൃതികളും പക്ഷികളുടെ ചലനത്തിലും ചാമ്പയുടെ ചന്തത്തിലൊക്കെ വിനോദിച്ചുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ ഒരു യോഗിയെപ്പോലെ അവിടെ വിലസുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ. അപ്പം ഈ നോവലിലെ നാനാവിധത്തിലുള്ള പലതരത്തിലുള്ള ജീവികളുടെയൊക്കെ ഒരു ചേഷ്ടകളും അതിൻ്റെ ഭാവവിശേഷങ്ങളും ഒക്കെ അദ്ദേഹം ദർശിക്കുന്നു. പിന്നെ ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ഒക്കെ ആ നോവലിൽ ചിത്രീകരിക്കുന്നുണ്ട്. അവിടെ ബഷീർ സ്വയം അദ്ദേഹം തന്നെ കളിയാക്കുന്ന ഒരുപാട് വാക്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം തന്നെ അതിൽ കളിയാക്കുന്നു, പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എം ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? അവരൊക്കെ നോവലിസ്റ്റാണ് എം ഗോവിന്ദൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ പത്മാവതി, മകൾ ബാല, ഇവരുടെ പിന്നെ കെ.എ. കൊടുങ്ങല്ലൂർ, ഇവരൊക്കെ പോലും ഈ കത്തിലൂടെ അതായത് നോവലിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. അതായത് ഇവരുടെ കത്തിനെ കുറിച്ച് നോവലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ നോവലിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. പിന്നെ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്ന ആടാണ് അല്ലേ. ഈ ആടാണെങ്കിലും എല്ലാത്തിനും ലംഘിച്ചും കൊണ്ട് അതായത് സർവ്വസീമകളെ ലംഘിച്ചും കൊണ്ട് വരുന്ന ഈ ആട് ചിത്രത്തിൽ ഈ നോവലിൽ ഒരു പ്രതീകമായിട്ട് വളർന്നു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ്. ചെറിയൊരു കൃതിയാണെങ്കിലും വസ്തുതകൾ നിരത്തിവെക്കുന്ന കൃതിയാണെങ്കിലും ഇത് ഒരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം പരസ്പരം ദുരൂഹമാവിധം ബന്ധപ്പെടുന്ന ഒരു ലോകം, അഖണ്ഡമായ ലോകമാണിത്. വളരെ ചെറിയൊരു കൃതിയാണിത്. ചെറിയൊരു നോവലാണെങ്കിൽ പോലും വസ്തുതകളൊക്കെ നിരത്തി വയ്ക്കുന്ന കൃതിയാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി നിരത്തി വയ്ക്കുന്ന കൃതിയാണ്. എങ്കിലും ഇതൊരു പ്രത്യേക ലോകം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്, നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ. അത് നമ്മുടെ ഉൾക്കണ്ണുകൾക്ക് മുന്നിൽ ഇതൊരു പ്രത്യേക ലോകം തുറന്നു കാട്ടുന്നുണ്ട്. മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം പരസ്പരം അങ്ങനെ ദുരൂഹമാവിധം, അതായത് നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന്. അപ്പം
അഖണ്ഡമായ ഒരു ലോകം, ഖണ്ഡിക്കാൻ പറ്റാത്ത, മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ലോകമാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന ഈ തമാശക്കഥയുടെ വൈശിഷ്ട്യം വിശദമാക്കാൻ പ്രത്യേക പഠനങ്ങൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ചെറിയ കാര്യങ്ങളിലൂടെയാണ് ഇത് വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് ഇത് നമ്മൾ കൊണ്ടുപോകുന്നത്, വായനക്കാരെ നയിക്കുന്നത്. വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ് ഈ കഥയിൽ പറയുന്നത്, പക്ഷെ അതൊരു വലിയ ലോകമാണ് തുറന്നിടുന്നത്. അപ്പോൾ ഇതൊരു തമാശ കഥയാണ്. അപ്പം ഈ കഥയെപ്പറ്റി ഇനി പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നാണ് സാനുമാഷ് പറയുന്നത്. ബഷീറിൻ്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവവും മാറും. പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധവും ഇല്ലാതായെന്നും വരാം. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ പിന്നെന്താ പറയുന്നത്, ഈ ബഷീറിൻ്റെ സർഗാത്മകതയിൽ നിന്ന്, അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ എഴുതാനുള്ള കഴിവിൽ നിന്ന് മലയാളത്തിൽ ലഭിച്ച ഒരു രത്നമാണ് ഈ കൃതി, പാത്തുമ്മയുടെ ആട് എന്നുള്ള കൃതി. അത് ഭാവി തലമുറ, ഇനിയും വരുന്ന തലമുറ അത് വായിച്ച് രസിക്കും, അത് പുകഴ്ത്തുമെന്നാണ് വിശ്വാസമെന്നാണ് ഈ കൃതിയെക്കുറിച്ച് ഇനിയും വരുന്ന തലമുറ വായിച്ച് രസിക്കും, അവരതിനെക്കുറിച്ച് പുകഴ്ത്തുമെന്നാണ് MK സാനുമാഷ് പറയുന്നത്. അപ്പോൾ ജീവിത സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ, ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്, നമുക്കറിയാം. മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവം, അല്ലേ, മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവം തന്നെ ആകെ മാറി. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധവും സ്നേഹവും ഈഴടപ്പവും എല്ലാം കുറഞ്ഞിരിക്കുകയാണ്. പ്രകൃതിയുമായിട്ട് മനുഷ്യനുള്ള ബന്ധം ഇല്ലാതായെന്ന് വരാം. പ്രകൃതിയുമായിട്ട് പോലും മനുഷ്യനുള്ള ബന്ധം ശരിയാണ്, പ്രകൃതിയുമായിട്ടും മനുഷ്യനുള്ള ബന്ധം ഇപ്പോൾ തീരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ കഥയുടെ, ഈ കൃതിയുടെ ഗഹനത എന്ന് പറയുന്നത് ഈ വായനക്കാരെ എല്ലാവരെയും വശീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തീർച്ചയാണ്, അതിൽ സംശയമില്ല എന്നാണ് MK സാനുമാഷ് പറയുന്നത് പാത്തുമ്മയുടെ ആട് എന്നുള്ള ഒരു കൃതിയെക്കുറിച്ച്. പ്രൊഫസർ MK സാനുമാഷ് എഴുതിയ ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്കത് പാഠഭാഗം നോക്കാം. പാഠഭാഗം അല്ല, ചോദ്യോത്തരങ്ങൾ നോക്കാം. ഈ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത് അതായത് എന്താ പറയുന്നത്, ഒരു ചന്ത കൂടിയ ഒരു ബഹളമാണ്. അവിടെ ഒരു ചോദ്യമാണ്, ഒരു ചന്ത കൂടിയ ബഹളമാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ പ്രശാന്തി തേടിയെത്തിയ ഈ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുക. അത് ചന്ത കൂടിയ ബഹളമാണ്, അല്ലേ. ചോദ്യോത്തരം ഒന്ന് നോക്കാം. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ എന്തുകൊണ്ടാവാം പറയുന്നത്? അപ്പോൾ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. എന്തുകൊണ്ടാവാൻ പറയുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, ഇത് എൻ്റെ വീട്ടിലെ സത്യമായ ഒരു കഥയാണെന്ന് ഈ ബഷീർ പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരുന്നവരാണ്. പിന്നെയോ ഈ ആടും മറ്റ് ജീവജാലങ്ങളും എല്ലാം ബഷീറിൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരാണ്. നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം നോവലിൽ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? കുഞ്ഞുങ്ങളുടെ വഴക്കുകൾ വരുന്നുണ്ട്, മുതിർന്നവരുടെ അഭ്യർത്ഥനകൾ, അല്ലേ, മുതിർന്നവർ വന്ന് ബഷീറിനോട് പറയുന്ന കാര്യങ്ങൾ, പിന്നെ പെണ്ണുങ്ങളുടെ വഴക്ക്, വർത്തമാനം, ഇതെല്ലാം ഈ നോവലിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, അദ്ദേഹം അതായത് പ്രശാന്തത കൊതിച്ചാണ് അദ്ദേഹം വീട്ടിലെത്തിയത്. പക്ഷേ അദ്ദേഹത്തെ കാത്തിരുന്ന എന്താണ്, ഇതേപോലുള്ള ബഹളങ്ങളുടെ നടുവിലേക്കാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അപ്പോൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഒന്നും തന്നെ നോവലിലില്ല എന്നാണ് നമുക്കത് വായിച്ചിട്ട് മനസ്സിലായത്. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തൊന്നും തന്നെ നോവലില്ല. എല്ലാം നടന്നിരുന്ന കാര്യങ്ങൾ തന്നെയാണ് നോവലിൽ പറയുന്നത്. അപ്പോൾ സത്യമായൊരു കഥയാണെന്ന് പറയുന്നത്, ആ പ്രസ്താവന ഒരു സത്യമാണ് എന്ന് നമുക്ക് അത് വായിക്കുമ്പോൾ തോന്നും. അടുത്ത ചോദ്യം, ചന്ത കൂടിയ ബഹളമാണ് അവിടെ. ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ. പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഈ ബഷീർ വളരെ നാളുകൾക്ക് ശേഷമാണ്, അല്ലേ, ബഷീർ ഒരു ശാന്തത തേടി വീട്ടിൽ തിരിച്ചെത്തുകയാണ്. അദ്ദേഹം തിരിച്ചു വന്നാൽ അവിടെ ചന്ത കൂടിയ ബഹളത്തിന് നടക്കിലേക്ക്. കാരണം എത്രയോ അംഗങ്ങളാണ് ആ കുഞ്ഞു വീട്ടിലെ, ചെറിയ വീട്ടിൽ എത്രയോ അംഗങ്ങളാണ്, അല്ലേ. 2 സഹോദരന്മാരുണ്ട്, അവരുടെ ഭാര്യമാർ, പിന്നെ ഇളയ സഹോദരി, ഭർത്താവ്, മക്കൾ, പിന്നെ മനുഷ്യർ കൂടാതെ പിന്നെ അവിടെ പലതരത്തിലുള്ള ജീവികൾ, പൂച്ച, ആട്, അങ്ങനെയുള്ള കോഴി, അങ്ങനെയുള്ള ജീവികൾ, കാക്കകൾ, അല്ലേ, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. പിന്നെ എപ്പോഴും ബഹളം എന്ന് പറയാൻ കാരണം എന്താ, എപ്പോഴും പെണ്ണുങ്ങളുടെ വർത്തമാനം, വഴക്ക്, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ. അപ്പോൾ ഈ സന്ദർഭങ്ങളൊക്കെയും ബഷീർ ഇങ്ങനെ ആവിഷ്കരിക്കുന്നുണ്ട് കഥയിൽ. പിന്നെ എന്താണ്, പിന്നെ എന്തിനെക്കുറിച്ചൊക്കെ ഈ ഉമ്മയുടെ അതായത് ബഷീറിൻ്റെ ഉമ്മയുടെ കാര്യം പറയുമ്പോൾ ഇതേമാതിരി
ഈ ഉമ്മ വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങൾ, പിന്നെ അതിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പരുന്ത്, പിന്നെ ഈ പൂച്ചകൾ, അവയെ പേടിച്ച് കഴിയുന്ന എലികൾ. അപ്പം അങ്ങനെ ഇതിനെല്ലാത്തിനെയും കുറിച്ച് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നപ്പോൾ നമുക്ക് പരിചിതമായൊരു പ്രദേശം പോലെ തന്നെയാണ് നമുക്കും ഇത് ഈ കഥ വായിക്കുമ്പോൾ നമുക്കും അറിയാവുന്ന ഒരു സ്ഥലം പോലെയാണ് നമുക്കും ഇത് തോന്നുന്നത്. അപ്പോൾ ഈ പ്രശാന്തത തേടിയെത്തിയ ഈ ബഷീറിനെ കാത്തിരുന്നത് അശാന്തതകൾ നിറഞ്ഞൊരു അന്തരീക്ഷം തന്നെയാണ് അല്ലേ. പക്ഷെ കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കുന്നൊരു ബഷീറിൻ്റെ, അതായത് എത്ര സീരിയസ് ആയ കാര്യം, എത്ര ഗൗരവതരമായ കാര്യങ്ങൾ പോലും അദ്ദേഹം അതായത് ഒരു ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അതിവിടെ പ്രസക്തമാണ്. അപ്പോൾ കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഖ്യാന വൈഭവം ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്ത ചോദ്യം, ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? പ്രൊഫസർ എം കെ സാന് പറയുന്നതാണ് ഈ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയെക്കുറിച്ച്. ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചുകൊണ്ടിരിക്കുമെന്ന്. പിന്നെ ഡോക്ടർ ശാരദക്കുട്ടി പറഞ്ഞിരിക്കുന്നത്, എഴുത്തുകാരുടെ ഓരോ കാൽവെപ്പിലെയും ദീർഘദൂരങ്ങൾ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത്. എഴുത്തുകാരുടെ ഓരോ കാൽവെപ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത്. ഈ പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു എന്ന് ഡോക്ടർ ശാരദക്കുട്ടി വീടാക്കടങ്ങൾ എന്ന കൃതിയിലൂടെ ഈ പാത്തുമ്മയുടെ ആടിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ പാത്തുമ്മയുടെ ആടിനെക്കുറിച്ചുള്ള 2 എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്തിട്ട് അത് കുറിപ്പ് തയ്യാറാക്കണം. അപ്പം എം കെ സാനുവിൻ്റെയും ഡോക്ടർ ശാരദക്കുട്ടിയുടെയൊക്കെ നിരീക്ഷണങ്ങൾ ഏകദേശം ഒരേപോലെയാണ് അല്ലേ. ഏകദേശം ഒരേപോലെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതായത് അവരുടെ കാഴ്ചപ്പാടൊക്കെ സമാനമാണ്. ബഷീറിൻ്റെ ലളിതമായ രചനകൾക്ക് പിന്നിൽ ആഴവും പരപ്പുമുള്ള ഒരു ലോകമൊക്കെ ഉണ്ട്. ബഷീറിൻ്റെ കഥകളൊക്കെ വളരെ ലളിതമാണ്, പക്ഷെ അതിൻ്റെ പുറകിൽ ആഴവും പരപ്പുമുള്ള ഒരു ലോകമുണ്ട്. ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെ വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മെ നയിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഈ പാത്തുമ്മയുടെ ആട് ഒരു പ്രത്യേക ലോകം അല്ലേ നമ്മുടെ ഉൾക്കണ്ണുകൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. അതായത് പ്രകൃതിയും ജീവജാലങ്ങളും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധം, ഖണ്ഡിക്കാൻ കഴിയാത്ത ബന്ധം, ഇതൊക്കെ ഇവരെ 2 പേരും, അതായത് ഈ ഡോക്ടർ ശാരദക്കുട്ടിയും പ്രൊഫസർ എം കെ സാനുവും എടുത്തു പറയുന്നുണ്ട്. അപ്പം അതായത് ബഷീറിൻ്റെ കൃതി, അതായത് ബഷീർ എഴുതിയിരിക്കുന്ന പോലെ ഒരു ഭാഷ അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന് പിൻപോ ആരും ഇതുവരെയും എഴുതിയിട്ടില്ല. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ ഭാഷ. അപ്പം അദ്ദേഹം ആവിഷ്കരിച്ച ആ ലോകമൊന്നും ഇതിനു മുമ്പ് ഒന്നും ആരും എഴുതിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത് പ്രശാന്തത തേടി. ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ രസകരവും നാടകീയവുമായ ഒട്ടേറെ സന്ദർഭങ്ങൾ പാത്തുമ്മയുടെ ആടിൽ കാണാം. നോവലിൽ നിന്ന് ഇതുപോലുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി റോൾ പ്ലേ അവതരിപ്പിക്കുക. റോൾ പ്ലേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വേഷം വിധാനങ്ങളൊന്നും ഇല്ലാതെ കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ നല്ല തന്മയത്വത്തോടു കൂടി ആവിഷ്കരിക്കണം. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നവർ സന്ദർഭത്തിനനുസരിച്ചുള്ള പ്രത്യേക കഥാപാത്രങ്ങളെ മാറുകയും അഭിനയിക്കുകയും വേണം. അപ്പോൾ അത് നിങ്ങൾ റോൾ പ്ലേ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക. അടുത്തത്, സൃഷ്ടി, സൃഷ്ടാവ്, അനുഗ്രഹം, അനുഗ്രഹീതൻ, ഇത്തരം പദജോഡികൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അവ ഉൾക്കൊള്ളുന്ന ഭാഷാപരമായ സവിശേഷതകൾ വിശകലനം ചെയ്യുക. സൃഷ്ടി, സൃഷ്ടാവ്, അനുഗ്രഹം, അനുഗ്രഹീതൻ, ഇതേപോലെയുള്ള പദജോഡികൾ നമ്മൾ കണ്ടെത്തി പട്ടികപ്പെടുത്തണം. അവ ഉൾക്കൊള്ളുന്ന ഭാഷാപരമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്യുക. കൃതി, കർത്താവ്, വായന, വായനക്കാരൻ, എഴുത്ത്, എഴുത്തുകാരൻ, സ്വാതന്ത്ര്യം, സ്വതന്ത്രൻ, നിയന്ത്രണം, നിയന്താവ്, ധനം, ധനികൻ, ഇതൊക്കെ നമുക്ക് കണ്ടെത്തി എഴുതാം. അപ്പോൾ എന്താണ് ഈ ഭാഷാപരമായ സവിശേഷതകൾ എന്ന് പറയുന്നത്? എന്താണ്? ഇപ്പോൾ സൃഷ്ടി എന്നുള്ള പദം എടുത്തു കഴിഞ്ഞാൽ സൃഷ്ടി എന്നുള്ള പദത്തിൽ നിന്നാണ്, ഇതൊരു നാമപദമാണ് അല്ലേ. സൃഷ്ടി എന്നുള്ളൊരു നാമപദമാണ്. ഈ പദത്തിൽ നിന്നാണ് സൃഷ്ടാവ് എന്നൊരു പദം ഉണ്ടായത്. അതുപോലെ സാമർത്ഥ്യം എന്നുള്ള പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? സമർത്ഥൻ, സമർത്ഥ എന്നീ പദങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ നാമപദങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പുതിയ നാമപദങ്ങളിൽ നിന്ന് പുതിയ വാക്കുകൾ, അതായത് പുതിയ പദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഭാഷയിൽ സാധാരണമാണ്. നാമപദങ്ങളിൽ നിന്ന് പുതിയ പദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഷയിൽ സാധാരണമാണ്. ഇതിൻ്റെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പദങ്ങൾക്ക് പറയുന്ന പേര് തദ്ധിതം എന്നാണ്.
കുറേ ഉദാഹരണങ്ങൾ. ഇപ്പോൾ ധനം എന്നാൽ സമ്പത്തുള്ളവൻ ധനികൻ, അതേപോലെ സ്വാതന്ത്ര്യമുള്ളവൻ സ്വതന്ത്രൻ, എഴുത്ത് വായന, ഇതൊക്കെ അങ്ങനെയുള്ള സമാനപ്പെട്ട നാമപദങ്ങളാണ്. എഴുതുന്നയാൾ എഴുത്തുകാരൻ, വായിക്കുന്നയാൾ വായനക്കാരൻ. അപ്പോൾ ഭാഷാപരമായ സവിശേഷതകൾ കുറച്ചുകൂടി നിങ്ങൾ ചർച്ച ചെയ്യുക. നോട്ട് കിട്ടുമ്പോൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അടുത്തൊരു ചോദ്യമാണ്, എങ്ങോ മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയൊടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതിൻ്റെ പുറത്താകുന്നു. ആഫ്രിക്ക എന്ന കവിതയിൽ NV കൃഷ്ണവാര്യർ എഴുതിയ വരികളാണിത്. നിരുപാധികമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചിത്രങ്ങളാണ് മുകളിൽ നൽകിയ കാവ്യഭാഗത്തും യൂണിറ്റിലെ രചനകളിൽ തെളിയുന്നത്. മാനവിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രചനകളും സമകാലിക ലോക സാഹചര്യങ്ങളും ആസ്പദമാക്കി കെട്ടിപ്പടുക്കാൻ വിശ്വസാഹോദര്യം എന്ന വിഷയത്തിലൊരു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളൊരു ഉപന്യാസം തയ്യാറാക്കുക, രസ തയ്യാറാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ കവിതയിലെ വരികൾ വെച്ചും നമ്മളിപ്പോൾ പഠിച്ച ഈ യൂണിറ്റിലെ 1, 2, 3 യൂണിറ്റിലെ കാര്യങ്ങൾ വെച്ചും, അതായത് സ്നേഹം നിരുപാധികമാകുമ്പോഴാണ് ഉള്ളിൽ മഴവിൽ ഉയർക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളൊരു എസ്സെ തയ്യാറാക്കുക. കുമാരനാശാൻ്റെ ചണ്ടാലഭിഷേകി, മാധവക്കുട്ടിയുടെ അമ്മ, പിന്നെ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ ബഷീറിൻ്റെ, അതായത് MK സാനു എഴുതിയ പാത്തുമ്മയുടെ ആടിനെ കുറിച്ചുള്ളൊരു ഭാഗവും. അപ്പോൾ അതിനെക്കുറിച്ച് അത് 3 നന്നായിട്ട് വായിച്ചിട്ടൊരു എസ്സെ തയ്യാറാക്കുക. അപ്പോൾ ഈ പാഠഭാഗം തീർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.